ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഇത് തിരുവനന്തപുരം ജില്ലയിലെ മ്യൂസിയത്താണ് നിൽക്കുന്നത്. അപ്പൊ കൊറേ തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് തവണ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഒരിക്കൽ കൂടെ മീനുകുട്ടിക്ക് ഇവിടെ വരണമെന്നും പാർക്കിലൊക്കെ കയറി കളിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ മുമ്പൊരിക്കൽ വന്നപ്പോൾ ഇവിടുത്തെ പാർക്കൊക്കെ ഏകദേശമൊക്കെ പൊളിഞ്ഞ് പണി ചെയ്യാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ മീനുകുട്ടി വന്ന് നമുക്കൊന്ന് പോയി നോക്കാം, ആ പാർക്കൊക്കെ പണിതെങ്കിലോ നമുക്കെങ്കിൽ കയറി കളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ് കേട്ടോ. ഞങ്ങൾ വരുന്ന ദിവസത്തെ എന്ന് പറയുമ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മള് ദേശം എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രണ്ടിലുള്ള നമ്മളെ പിന്നെ ഇപ്പൊ മഴയൊക്കെ പെയ്തപ്പോ നമ്മളെ ചെടിയെല്ലാം പഴയതിനൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വെയിലായതുകൊണ്ട് പുല്ലൊക്കെ കരിഞ്ഞ് അങ്ങനെ അവിടെ കയറിയില്ല കേട്ടോ. പിന്നെ കയറാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അക്വേറിയം പിന്നെ എന്ന് പറയുമ്പം അറിയാലോ, മൃഗശാല എന്ന് പറയുമ്പോൾ ഇവിടെ മ്യൂസിയം എന്ന് പറയുമ്പം മിക്ക കുട്ടികളെയും പഠന ടൂറായിട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നതല്ലേ. കുട്ടികളെല്ലാവരെയും കൊണ്ടുവരും. ഞങ്ങൾ മുമ്പൊക്കെ പോകുമ്പോഴും ഒത്തിരി സ്കൂൾ പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ കണ്ടിട്ടില്ല. അവധി ദിവസങ്ങളിലൊക്കെ അങ്ങനെ കുട്ടികളെയും കൊണ്ട് ടീച്ചേഴ്സൊക്കെ വരാറുണ്ട്. ഒരു ദിവസം ഫുള്ള് നടന്ന് കാണാനുള്ള സ്ഥലങ്ങൾ തന്നെ ഇവിടെ മ്യൂസിയത്ത് ഉണ്ട്. മൃഗങ്ങളെ കാണാനും പിന്നെ അല്ലാതെ 1-2 മ്യൂസിയം അങ്ങനെ എല്ലാം ചുറ്റിക്കറങ്ങാൻ നടക്കാൻ തന്നെ ഏകദേശം 55 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത്രയും നടന്ന് കാണാൻ നല്ല. അതിനിടയ്ക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം, ചായക്കട, അതുപോലെ ചെറിയ ചെറിയ കടകള് ഒക്കെ ഇവിടെയും ഉണ്ട്. അപ്പൊ നമ്മളൊരു ദിനോസറിനെ ഉണ്ടാക്കി വെച്ചിരുന്നു. മീനുകുട്ടിക്ക് പേടി എന്ന് പറഞ്ഞു കേട്ടോ. നിന്നിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മുമ്പ് എന്തത് പറഞ്ഞൊക്കെ നമ്മള് ഏകദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒക്കെ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. നല്ല പച്ചപ്പൊക്കെ അണിഞ്ഞ് നല്ലതായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. മ്യൂസിയം ഉണ്ട് നല്ല. എന്തായാലും ഇടയ്ക്ക് കണ്ടതിനേക്കാളും കൊള്ളാം. നമ്മൾ മൃഗങ്ങളെയൊന്നും കാണാൻ കയറിയില്ല കേട്ടോ. അത് ഞങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അത്രയും നടക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മള് അങ്ങോട്ടൊന്നും കയറിയില്ല. ഇവിടെയൊക്കെ ജസ്റ്റ് നിന്നൊരു വീഡിയോ എടുത്തു. നമ്മളെ ഗാർഡൻ ആണ്, ഒരു കൊച്ചു നമ്മള് മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. കൊള്ളാം. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറി നോക്കിയപ്പോ പണ്ടുണ്ടായിരുന്ന പാർക്ക് അവിടെ ഇല്ല. ഇങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ. പൊളിച്ച് മാറ്റിച്ചു. ഇവിടെ ഇതൊരു പാർക്കായിരുന്നു. അതെല്ലാം പൊളിച്ച് അവര് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും എല്ലാം ഉപയോഗശൂന്യമായ സാധനങ്ങളാണ്. എല്ലായിടത്തും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പൊ ഇത്ര സ്ഥലമേ ഉള്ളൂ അല്ലേ. വല സൈഡിലുള്ള ചെറിയൊരു പാർക്ക് മാത്രമേ ഉള്ളൂ. വന്നിട്ട് നോക്കിയിട്ട് മീനുകുട്ടിക്ക് ഒരു പുതുമയൊന്നും തോന്നിയില്ല. മീനുകുട്ടിയെ ഞങ്ങൾ കളിക്കാനായിട്ട് അങ്ങ് വിട്ടു കേട്ടോ. അവളുടെ നമ്മളങ്ങ് വിട്ടിട്ടുണ്ട്. ഇല്ല, ഇത് പൊട്ടൂലെന്ന്. അത് ഇരുമ്പാണ്. ഇന്ന് കളിച്ച് മതി ആയിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഊഞ്ഞാലല്ലോ അതിൽ പോയി ഇറങ്ങിയിട്ട് വാ. കേറടി, കേറി. അവിടെ അല്ലടി, വെളിയിലാണ് ഇരിക്കേണ്ടത്. ഇറങ്ങ, വെളിയിലോട്ട് തിരിഞ്ഞിരി. ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന്. ഇതിൽ വെള്ളമുണ്ട്. വരി കയറിയിരുന്നു, കയറി അങ്ങോട്ട് ഇരി. കയറി വാടി. അവിടെ കയറി വാങ്ങണ കഴിഞ്ഞിട്ട് അല്ലെ ഇപ്പൊ ഇറങ്ങി പോവാ. ഇനി വാ, ഇവിടെ വന്നിരുന്നോ. വാ, അവിടെ വന്നി, അവിടെ ഇരി. അവിടെ ഇരുന്നോ നീ അവിടെ ഇരുന്നോ. ഇനി നേരെ ഞാൻ ഇവിടെ എന്റെ അടുത്തല്ലേ വരേണ്ടത്. വാ, അയ്യേ വെള്ളം.
വാ വാ എണീച്ചോ കേറി അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ കേറി അങ്ങോട്ട് ഇരുന്ന കേറി ഇരി ഇല്ലേ കേറങ്ങോട്ട് കാലം കൊണ്ട് കാല് നേരെ കേട്ടടി കേറി ആ അങ്ങനെ ഇരുന്നോ ഞാൻ ആടിയാണ് സ്വന്തമായിട്ട് ആടിയാണ് കുലിക്കേത് കുലുക്ക് അങ്ങനെ ഇരുന്നങ്ങോട്ട് കുലുക്ക് ഞാൻ അങ്ങോട്ട് ഇരി ഞാൻ അങ്ങനെ കാലം കൊണ്ട് മേലെ എടുത്തു ഇനി അങ്ങോട്ട് കുലിക്കാൻ കുലിക്കടി ഞാൻ അങ്ങോട്ട് നല്ല ആഞ്ഞ് കുലിക്കാൻ കുലിക്കടി അങ്ങോട്ട് ഇത് താണ്ട് ഞാൻ നമ്മളിത് കണ്ടതാണ്. അത് പുസ്തകങ്ങളുടെ വണ്ടിയാണല്ലേ അത് കിടക്കുന്നത്. മീനു ഏകദേശം ഇവിടെ കളിയൊക്കെ കളിച്ചേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കളിച്ചില്ല കേട്ടോ. അവക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അതെ. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് അമ്മ എങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്തോണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം മുമ്പൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നോണ്ട് ചെറിയൊരു നനവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവള് പിന്നെ കളിച്ചൊന്നുമില്ല. ഞങ്ങള് പിന്നെ പുറത്തിറങ്ങി ഒന്ന് ഇവിടെയൊക്കെ ജസ്റ്റ് എല്ലായിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെയൊക്കെ ഒന്ന് നടന്നു. നടന്നൊക്കെ നോക്കിട്ട് എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു നേരെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. നമ്മളങ്ങനെ അങ്ങോട്ടൊന്ന് കയറി നോക്കാന്ന് വെച്ചപ്പോൾ അവിടെ ഇതൊരു മ്യൂസിയത്തിൻ്റെ ഇതുണ്ട്. പക്ഷെ അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഞാൻ അതുപോലെ ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളത് നോക്കാൻ പോയില്ല. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.